അല്ല, ഞങ്ങൾ പരാതി കൊടുപ്പിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമില്ല. കേരളത്തിൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ മുന്നോട്ട് വന്ന ആരോപണങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പരാതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ കേരളം മുഴുവൻ ഞെട്ടുന്ന തരത്തിൽ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായിട്ട് തുടർച്ചയായിട്ട് വന്നുകൊണ്ടിട്ടുള്ള ഇത്തരം ആളുകളുടെ ദുരനുഭവങ്ങൾക്കെതിരെ കണ്ണടയ്ക്കുന്ന കാഴ്ച കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കരുത്. പിന്നെ നേരത്തെ ഈ ചർച്ചയിൽ തന്നെ ഇരുന്നുകൊണ്ട് രാജു പി നായർ പറയുന്നുണ്ട് പരാതിയില്ലല്ലോ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പേര് രാജു പി നായർ എന്നായതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് രാജീവ് പി നായർ എന്നായിരുന്നുവെങ്കിലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എത്രത്തോളം മെസ്സേജ് അദ്ദേഹത്തിന്റെ ഫോണിലോട്ട് വന്നിട്ടുണ്ടാവും എന്നുള്ളത് ഈ കഴിഞ്ഞ ദിവസത്തെ ഈ സംഭവങ്ങളെല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ ചെയ്താൽ അദ്ദേഹം സാമ്പത്തികം കൂടെ കണ്ടെത്തിയിട്ട് അദ്ദേഹത്തെ ചികിത്സയ്ക്ക് കൂടെ എവിടെയെങ്കിലും കൊണ്ടാക്കുന്നതായിരിക്കും. അല്ലല്ല, പി സി വിഷ്ണുനാഥനായതുകൊണ്ട് നന്നായി. കാരണം അറിയോ, കേരളത്തിന്റെ നിയമസഭയത്ത് ഉമ്മൻചാണ്ടി എന്നുള്ള പേര് നീട്ടി വിളിച്ചുകൊണ്ട് അശ്ലീലം പറഞ്ഞത് ഈ ഇദ്ദേഹത്തിന്റെ നേതാവ് മരണപ്പെട്ടു പോയ ശ്രീ വി എസ് അച്യുതാനന്ദനായിരുന്നു. അതുപോലെ തന്നെ മോനെ കൂട്ടി പറഞ്ഞു അവിടെയായിരുന്നു. പിന്നെ കേരളത്തിലെ ഇവർക്ക് സ്വന്തം നേതാക്കന്മാരെ മാതൃകയാക്കാൻ പറ്റില്ലല്ലോ. പരനാറി എന്നൊരു സ്ഥാനാർത്ഥിയെ വിളിച്ചത് ഇദ്ദേഹമല്ലേ? അപ്പോൾ ജെയ്സി തോമസിന് എന്തായാലും ഇത്തരത്തിലുള്ള ന്യായീകരണം നടത്താൻ അല്ലെങ്കിൽ മാതൃകയാക്കാൻ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ കൂട്ടുപിടിക്കേണ്ടി വന്നു എന്നുള്ള സന്തോഷമുണ്ട്.